ഒരു ഈസി പൊട്ടറ്റോ ഫ്രൈൻ്റെ റെസിപ്പി നോക്കിയാലോ? ഹായ് ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു പൊട്ടറ്റോ ഫ്രൈൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് പോകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ആദ്യം പൊട്ടറ്റോ ഒന്ന് പീൽ ചെയ്തെടുക്കണം. എന്നിട്ട് ഈ ഒരു ക്യൂബ് വലുപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. നല്ല ചെറുതാക്കണ്ട, ഒരു ക്യൂബ് സൈസിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതൊന്ന് തിളപ്പിക്കണം. എന്നിട്ട് ഈ പൊട്ടറ്റോ അതിലിട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. അതൊന്ന് വെന്ത് കിട്ടണം, വെന്ത് ഉടഞ്ഞു പോവണ്ട, നമുക്കൊന്ന് വെന്ത് കിട്ടണം. എന്നിട്ട് ഞാൻ വേറൊരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഞാൻ വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളകും കൂടി ഇട്ടിട്ട് അതൊന്ന് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ ലഞ്ച് ബോക്സ് റെസിപ്പിയൊക്കെ തുടങ്ങാനായിട്ടുണ്ടല്ലോ, സ്കൂളൊക്കെ തുറക്കാനായല്ലോ. അപ്പോൾ കുട്ടികൾക്കും സ്കൂൾക്കൊക്കെ നമുക്ക് ചോറിൻ്റെ കൂടെ കൊടുത്തു വിടാൻ പറ്റും കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ ആ പൊടിൻ്റെയൊക്കെ ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബോയിൽ ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുള്ള പൊട്ടറ്റോ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ ആ മസാല പൊട്ടറ്റോയിലൊക്കെ പിടിക്കണം. അതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടണത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എനിക്ക് ആവശ്യമാണ്. അപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ ഫ്രൈ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.